ദിവസമായി തളിപ്പറമ്പിൽ നടന്നുവന്ന CPM കണ്ണൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളന സമാപനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പിൽ റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടന്നു. പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ തളിപ്പറമ്പിലെ CPIM-ന്റെ ജില്ലാ സമ്മേളനം നല്ല നിലയിൽ വിജയിപ്പിക്കാൻ സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സമാപന പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ CPM-ന്റെ PB അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നേരത്തെ പ്രസ്താവിച്ചതുപോലെ അതും ഏതാനും നാളുകൊണ്ട് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇവിടെ ആർക്കും ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം കൃത്യമായ ഇടവേളയിൽ 3 വർഷക്കാലം CPIM അതിൻ്റെ എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടേണ്ട കമ്മിറ്റിയും മേലെ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയും ഈ സമ്മേളനങ്ങളിൽ വെച്ച് തിരഞ്ഞെടുക്കാറുമുണ്ട്. ഇത്തരം ജനാധിപത്യ രീതി കൃത്യമായി അംഗീകരിച്ചു പോകുന്ന CPIM-നെ ജനാധിപത്യ പാർട്ടി എന്ന് സാധാരണ വലതുപക്ഷ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കാറില്ല. അവർ ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന പാർട്ടികളിൽ ചിലതിന് ദശാബ്ദങ്ങളായി ഈ ജനാധിപത്യ പ്രക്രിയ അന്യമായി നിൽക്കുകയാണ്. തീർത്തും ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ അവരെയാണ് ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കാറ് എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഒരു തരത്തിലുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതാണ്. ഇവിടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സെക്രട്ടറി സഖാവ് MP ജയരാജൻ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലത്തെ പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം സ്വാഭാവികമായും ചർച്ച ചെയ്യുന്ന സമ്മേളനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ. ഈ കാലത്ത് നാം നേരിടുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാടാകെ വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി നിൽക്കുന്ന ഒന്നാണ് രാജ്യം ഭരിക്കുന്ന BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തെ വലിയ തോതിൽ അവഗണിക്കുന്നത്. ആ അവഗണന നേരത്തെ മുതൽ തുടർന്നു വരികയാണ്. ഇവിടെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് നമുക്ക് അവകാശപ്പെട്ടതാണ് നിഷേധിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ദയ യാചിച്ച് നിൽക്കുകയല്ല നമ്മുടെ സംസ്ഥാനം.
ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു സംസ്ഥാനമെന്ന നിലക്ക് സംസ്ഥാനത്തിന് അർഹതയുള്ളത് ലഭിക്കണം. പക്ഷേ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു പ്രത്യേകത കേരളത്തിനുണ്ട്. അത് ഇന്ത്യ എന്ന വലിയൊരു രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം ഭരണ നേതൃത്വത്തിലുള്ള ഏക സംസ്ഥാനം കേരളമാണ്. ഇടതുപക്ഷത്തോടും LDFനോടും CPIMനോടുമെല്ലാം കടുത്ത രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം രാജ്യം ഭരിക്കുന്ന BJPക്കുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം തുടരുകയും ചെയ്യും. ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലെ ഒരു നാടിനെ, ആ നാട്ടിലെ ജനങ്ങളെ ശിക്ഷിക്കാൻ പാടുണ്ടോ എന്നതാണ് ഉയർന്നു വരുന്ന ഏറ്റവും ഗൗരവതരമായ പ്രശ്നം. നമ്മുടെ നാട് ഇന്ത്യ രാജ്യമെടുത്താൽ പല കാര്യങ്ങളിലും വേറിട്ട് നിൽക്കുന്നൊരു നാടാണ്. ഇപ്പോൾ ബജറ്റിന് മുൻപ് അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്ന കാര്യം, രാജ്യത്തിൻ്റെ പൊതുചിത്രമെടുത്താൽ സുസ്ഥിര വികസനത്തിൻ്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നതാണ്. രാജ്യം തന്നെ ചാർത്തിത്തന്ന ഒട്ടേറെ പ്രത്യേകതകൾ കേരളത്തിനുണ്ട്. വിവിധ മേഖലകളിൽ നമ്പർ 1 സ്ഥാനവും കേരളം വഹിച്ചു പോവുകയാണ്. അത്തരമൊരു നാടിനെ വലിയ തോതിൽ അവഗണിച്ചു പോകുന്ന നടപടിയാണ് BJPയുടെ നേതൃത്വം സ്വീകരിച്ചു പോകുന്നത്. ഈ ബജറ്റിൽ സ്വാഭാവികമായും കേരളം പ്രതീക്ഷിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ തീർത്തും അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത്. AKG Memorial Cooperative Hospital, Kannur.